ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക് എനിക്കത് റെലവൻ്റായിട്ട് പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് പുതിയ പുതിയ ആളുകൾ ചാനൽ കാണുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ലൈഫിനെ കുറിച്ച് മീൻസ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് അറിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എന്താണ്, വരുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നു, മാരേജ് ചെയ്യുന്നു, കുട്ടികളാവുന്നു, അങ്ങനെ നോക്കുന്നു, വീട് വയ്ക്കുന്നു, അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് എന്നാണ് ശരിക്കും സാധാരണ. ഇപ്പം ഞാനും പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, നമുക്കത്ര അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി, സ്പിരിച്വൽ ജേർണിയിലേക്ക് കടന്നപ്പോൾ മനസ്സിലായി, നമുക്ക് ആരുമായിട്ടാണ് സോൾ കോൺട്രാക്റ്റ് ഉള്ളത്, അവരുമായിട്ട് മാത്രമേ നമുക്ക് കണ്ടുമുട്ടാനും ആ കോൺട്രാക്റ്റ് തീർക്കാനും ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഒരാൾ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരില്ല. ഇപ്പോൾ മേ ബി നിങ്ങൾ താമസിക്കുന്ന അയൽപക്കത്ത് വീടുകളുണ്ടായിരിക്കും. ചിലപ്പോൾ അവരുമായിട്ട് കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ അവർ നമ്മളായിട്ട് ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും. നമുക്ക് അതിനേക്കാളും ദൂരെ കിടക്കുന്ന ആളുകളുമായിട്ടായിരിക്കും. മനസ്സിലായി? ഇപ്പോൾ നമ്മൾക്ക് എത്ര പേർക്ക് നാട്ടിലുള്ള ആളുകൾ പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് മാരേജൊക്കെ ചെയ്ത് വരുന്നുണ്ട്. കാരണം അതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് അവിടെയാണ് എമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് അവിടെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ സോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. സോൾ കോൺട്രാക്റ്റ് നമ്മളെ ഓരോ ആത്മാവ് തമ്മിലുണ്ടാവുന്ന കണക്ക് പുസ്തകങ്ങളാണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ള പോലെ എല്ലാവരും തമ്മിൽ അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ട് ബാക്കി നിൽക്കുമ്പോഴാണ് എഗെയിൻ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുന്നതും അക്കൗണ്ട് തീർക്കാൻ വരുന്നതും. ഇതിൽ കുറേ പേരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ചില കുട്ടികളെ കണ്ടിട്ടുണ്ടോ, ജനിച്ചിട്ട് വിത്തിൻ മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു പോകുന്ന സോളുകളുണ്ട്. കാരണം അവർക്ക് ഭൂമിയിൽ എത്ര കോൺട്രാക്റ്റ് ഉള്ളൂ. ആ ഡോക്ടറും ആ ഒരു അച്ഛനമ്മയിൽ നിന്ന് വരേണ്ട കോൺട്രാക്റ്റ്, അച്ഛനമ്മയ്ക്ക് കൊടുക്കേണ്ട പെയിനിൻ്റെ കോൺട്രാക്റ്റ്, അത് കഴിഞ്ഞ് അവർ പോയി. കാരണം അവർക്ക് അടുത്ത ലൈഫ് ടൈമിലേക്കാണ് ഇനി അവർക്ക് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ അവരതിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ചില സോൾസിനെ കാണാം ഒരുപാട് പ്രായമായിട്ട് കിടക്കുകയാണ്, വയ്യാതെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവർക്ക് അത്രയും സിവിയർ കോൺട്രാക്റ്റാണ് ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തത്. ഒരു നന്മ പോലും മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ കിടന്ന് ശരശയിൽ കിടന്ന് അങ്ങനെ വേദനിച്ച് നീറി പോകുന്ന കോൺട്രാക്ട്സാണ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിൽ കോൺട്രാക്ട്സുകളുണ്ട്. ഇനി നമുക്ക് റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ നമ്മളവിടെ സ്നേഹിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും യൂണിവേഴ്സ് പഠിപ്പിക്കുന്നു സ്പിരിച്വൽ അവേക്കണിങ് ഡീപ്പറായിട്ട്. സ്പിരിച്വൽ അവേക്കണിങ് ആണ് ശ്രദ്ധിക്കുക. സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. അതിൽ കുറച്ച് അരിപ്പ പോലെ അരിച്ചവർ കുറച്ച് പേര് മാത്രമാണ് ഈ ട്വിൻ ഫ്ലെയിം എന്ന ടൈമിലേക്ക് വരുന്നത്. മനസ്സിലായി? ട്വിൻ ഫ്ലെയിമിനെ എല്ലാവരും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. വിഡിത്തരാണ്. ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമുക്ക് രണ്ട് ക്വാളിറ്റീസാണ് മെയിനായിട്ടുണ്ട്. സ്പിരിച്വൽ ജേർണിയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് വിസ്ഡംസ് ലഭിക്കും, സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ, നമുക്ക് മറ്റുള്ളവർക്ക് സോൾ പർപ്പസ് ചെയ്യാനുള്ള ആ ഒരു പവർ സ്ട്രെങ്ത് നമുക്കുണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളുണ്ടോ എന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾ സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയാൻ സാധിക്കും. ഇതൊന്നുമില്ലാതൊരു സ്വന്തമായിട്ട് ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ പോലും ഒരു നമ്മുടെ ഇൻഡ്യൂഷൻ വിശ്വസിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാൾ പോലും ഈ ഒരു ജേർണി എന്ന് പറയരുത്. തെറ്റായിട്ട് നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യരുത് കേട്ടോ. ഞാൻ ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞ് അവരെ പുഷ് ചെയ്ത് കൊണ്ടുവരാനും പാടില്ല. അതും തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ മെയിനായിട്ട് കാര്യം, ഒരുപാട് ക്ലയൻസ് കാണുമ്പോൾ മിക്കതും ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂവിലാണ് എല്ലാവരും. ഞാൻ അവരോടൊക്കെ മെസ്സേജ് വരുമ്പോൾ അവർ പറഞ്ഞ കാര്യം തന്നെ ഒരു 10,000 പ്രാവശ്യം റിപ്പീറ്ററായിട്ട് പറയുന്നത്. ശരിക്കും സൈക്കോളജിക്കൽ ഡിസോർഡർ അവർക്ക് വന്നു. കാരണം ഒരാൾ അധികമായിട്ട് സ്നേഹിച്ചിട്ട് ഓവർ കെയറിങ്, ഓവർ ഗിവിങ്, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളെ മറന്ന് അവർക്ക് വേണ്ടിയുള്ള സമയം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പൈസ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഗിഫ്റ്റ് വരെ അവർക്ക് വേണ്ടി വാങ്ങും. നമുക്ക് വേണ്ടി ഒരു കാര്യം പോലും വാങ്ങുന്നുണ്ടായിരിക്കില്ല. നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി, ഹസ്ബൻഡ്, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കഴിയുന്ന ആളുകളെ കുറച്ച് കഴിയുമ്പോൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അവർക്ക് നമ്മളുടെ സ്നേഹം മടുപ്പായിട്ട് തോന്നും, വെറുപ്പായിട്ട് തോന്നും, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അവരപ്പം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മെല്ലെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ പറയാറുള്ളത്, എന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു അവർ? അത്ര എക്സ്ട്രീം ആണെങ്കിൽ ഒരാൾ പോലും ഇട്ടിട്ട് പോകില്ല. അപ്പോൾ നിങ്ങളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളിലേക്ക് തിരിഞ്ഞ് നടക്കണം, റീകണക്ട് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. സ്പിരിച്വലി പറയുന്നത് അങ്ങനെ. ഒരാൾ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ യെസ്, അവരുമായിട്ട് സോൾ കോൺട്രാക്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കോൺട്രാക്റ്റ് കഴിഞ്ഞു. ഈ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നാലെ പോയി ബഗ് ചെയ്തിട്ട് കാര്യമില്ല. അവർ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. ചിലവരെ കേസിൽ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ചിലപ്പോൾ വരുന്നവരുണ്ട്.
പക്ഷെ അതെല്ലാവരെ പോലെ നമുക്കും വരണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സോൾ കോൺട്രാക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഒരു പേഴ്സണെ കണ്ടുമുട്ടും, ഈ പേഴ്സണെ ചീറ്റ് ചെയ്ത് പോകും, ചിലപ്പോൾ അവർ വേറെ മാരേജ് ചെയ്ത് പോകണം എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് എഴുതി വെക്കുന്നത്. ഇതിൽ ചില ആളുകൾ സ്പിരിച്വലായിട്ടുള്ള ജേണിയെക്കുറിച്ച് അറിയാതെ ഡിവൈൻ അല്ലെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിനോട് ദേഷ്യം കാണിക്കുന്നത്, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഞാൻ അമ്പലത്തിൽ പോകില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഇത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റാണ്. നിങ്ങളായിട്ട് ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി എടുത്തു വയ്ക്കുന്ന കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഉള്ള ഒരു കംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ ബാക്കിയുണ്ട്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചിട്ട് സോൾ ഡിവൈനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുന്നേ ഞാൻ കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയതായിട്ട് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ കർമ്മ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 തലത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ സിഖ് എന്നോ അങ്ങനെ ഡിവിഷൻ ഇല്ല. ആഫ്റ്റർ ഡെത്ത് സോൾ എനർജി രൂപത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ സോൾ റിലേറ്റഡുള്ള ഒരുപാട് ബുക്സുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കതൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആഫ്റ്റർ ഡെത്തിന് ശേഷം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുസിൽ നമുക്ക് കാണാം. എനിക്ക് അതേ അറിയുള്ളൂ കേട്ടോ, ബാക്കിയുള്ളതിൽ ഞാൻ പോയിട്ടില്ല. നമ്മളിങ്ങനെ കർമ്മ റിലേറ്റഡ് ആയിട്ട് കർമ്മ അക്കൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കർമ്മം തീർത്ത് കൊടുത്ത് അവർ ഡിവൈനിലേക്ക് ലയിക്കട്ടെ എന്ന് നമ്മുടെ ഈ ഒരു പൂജാരിമാർ പറയുന്നത് കേൾക്കാം. അവരെ കർമ്മ അക്കൗണ്ട് അനുസരിച്ചിട്ടാണ് ഈ നെക്സ്റ്റ് അവർക്ക് കിട്ടേണ്ട തലങ്ങൾ. നമ്മൾ മരണത്തിന് ശേഷം 7 തലങ്ങളുണ്ട്. 5ാമത്തെ തലത്തിൻ്റെ മുകളിൽ 5, 6, 7 ആണ് ഏറ്റവും നല്ല ആത്മാക്കൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മം ചെയ്ത് മരണപ്പെട്ടവരാണ് ആ തലത്തിലേക്ക് പോകുന്നത്. ബാക്കി വരുന്ന താഴ്ന്നുള്ള തലങ്ങൾ 1, 2, 3, 4 1, 2, 3 എന്നൊക്കെ പറയുന്ന എക്സ്ട്രീമായിട്ടുള്ള ഇരുട്ടറ പോലെ അത്രയും മോശം സിറ്റുവേഷൻ. ഇപ്പോൾ ഈ മറ്റുള്ളവർ കൊല്ലുന്നതായിട്ടും ഉപദ്രവിക്കുന്നതായിട്ടും സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നവരായിട്ടും പറ്റിക്കുന്നതായിട്ടും ചീറ്റ് ചെയ്ത് പോകുന്നതായിട്ടും നമ്മളൊരു ആത്മാവിനെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. മേ ബി അവരെ പ്രണയിച്ച് പറ്റിച്ചിട്ടായിരിക്കാം, ചതിച്ചിട്ടായിരിക്കാം, അങ്ങനെ എന്ത് രീതിയിലാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്. അവരൊക്കെ പോകുന്ന തലങ്ങൾ ഏറ്റവും താഴത്തെ തലങ്ങളാണ്. 1, 2 അവിടെ ഒന്ന് ഇരുട്ട് പോലെയാണ്. കൊല്ലങ്ങളോളം 1000, 2000, 10,000 വർഷങ്ങളിൽ നമ്മളൊക്കെ എടുക്കേണ്ടി വരും. അവിടെ വെളിച്ചം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കില്ല. അവിടെ വലിയ മൃഗങ്ങളും ജന്തുക്കളും പാമ്പും അങ്ങനത്തെ എല്ലാ രീതിയിലും നമ്മളവിടെ കിടന്ന് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് കൊണ്ട് കിടത്തുന്നത്? ബിക്കോസ് നമ്മുടെ സോൾ കോൺട്രാക്റ്റ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ദുഷ്ടാത്മാക്കൾ, അതുകൊണ്ടാണ് ഈ 4 തലത്തിൽ ദുഷ്ടാത്മാക്കൾ പോയി കിടക്കുന്നത്. ഈ ദുഷ്ടാത്മാക്കളാണ് ഈ ഭൂമിയിൽ ഒരുപാട്, അവർ പെട്ടെന്നൊന്നും മരണപ്പെടില്ല, കുറേ നാൾ ഭൂമിയിൽ നിൽക്കുക. എന്തുകൊണ്ടാണെന്നറിയാം, അവർക്കറിയാം ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരിനി 100,000 സംവത്സരങ്ങൾ അവിടെ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് ഭൂമിയിൽ നിൽക്കുമ്പോൾ മാക്സിമം അവർ കൂടുതൽ കൊല്ലം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടിട്ടില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്നത്. ലാസ്റ്റാണ് അവരെ ഒരു ഇടലിടുക. അപ്പം അവരതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ മടിക്കുന്നത്. പക്ഷെ നല്ല സോളുകൾ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. കാരണം അവർക്കധികം കോൺട്രാക്റ്റ് കഴിഞ്ഞു പിന്നെ അവർക്ക് ഈ നെഗറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ ഭൂമിയിൽ കലിയുഗത്തിൽ നിൽക്കാൻ ഒട്ടും താല്പര്യപ്പെടില്ല. അപ്പം അങ്ങനത്തെ സോളുകളാണ് പെട്ടെന്ന് മരണപ്പെട്ട് പോകുന്നതും അല്ലെങ്കിൽ ഈ സൂയിസൈഡൊക്കെ ചെയ്ത് പോകുന്നവരും കുറച്ച് ഭാഗം അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മ അനുസരിച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല കർമ്മകൾ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും നോക്കുന്നതും എല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. നമ്മൾ ആകാശ റെക്കോർഡ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എല്ലാം അവിടെ നോട്ട് ഡൗൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പാസ്റ്റ് ലൈഫ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആകാശ റെക്കോർഡ്സ് വഴിയൊക്കെ ആക്സസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഓരോ തലങ്ങളനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ മരണപ്പെട്ട് പോയതിനു ശേഷം ചിലവർക്ക് ഈ ആക്സിഡൻ്റായിട്ട്, അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്സ്, നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആക്സിഡൻ്റായി മരിക്കുന്ന കേസസ് ഉണ്ട്. നമ്മളുടെ പരലോക നിയമങ്ങൾ എന്ന ബുക്കുണ്ട്, പരലോക നിയമങ്ങൾ. ആ ഒരു ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറി പറയുന്നുണ്ട്. നന്നായി ഡ്രൈവ് ചെയ്യുന്ന കുട്ടിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവരുടെ ഫ്രണ്ടിൽ ഒരു രൂപം കണ്ടിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു, പക്ഷെ നേരെ പോയി ഇടിക്കുന്നത് ഒരു മരത്തിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ പറയല്ലേ, അവർ ഇത്രയും ശ്രദ്ധിച്ച് ഓടിച്ചില്ല. പക്ഷെ അത് അവർക്ക് ആ ഒരു ടൈം ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് രൂപം നിൽക്കുന്ന പോലെയോ പല രീതിയിലും വരും. കാരണം അവർ പോകാൻ സമയമായി കഴിഞ്ഞാൽ അങ്ങനെയാണ്, മരണം അങ്ങനെയാണ് കൊണ്ടുപോകും. അപ്പോൾ നമ്മളിപ്പോൾ കുറ്റം പറയും, അതും തെറ്റാണ്. നമ്മൾ ഒരാളും കുറ്റം പറയാൻ അവരിങ്ങനെ ചെയ്തില്ല, നമുക്കൊരു ആത്മാവിന് കുറ്റം പറയാനുള്ള റൈറ്റ് തന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ജീവൻ പോലും എടുക്കാനുള്ള റൈറ്റ് തന്നിട്ടില്ല. ഈ ഭൂമിയിലുള്ള ഓരോ ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും ജീവിക്കാനുള്ള പവറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അവരെ കൊല്ലുന്നു, ഇവരെ കൊല്ലുന്നു, മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. എല്ലാവരും എനർജറ്റിക് സോളാണ്. ദൈവമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് മൃഗങ്ങൾ. അവർക്ക് പെട്ടെന്ന് ഇൻറ്റ്യൂഷൻ പവർ വളരെ കൂടുതൽ. കാരണം അവരുടെ ഉള്ളിൽ അവർക്ക് ആകെ അറിയുന്നത് എന്താണ്, ഫുഡ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിടിച്ച് തിന്നുന്നു, അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യുക. അതുപോലെ
അവർക്കുള്ള കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യും. അവർ ജനിച്ച് വരുമ്പോൾ തന്നെ പറക്കാൻ പഠിക്കുന്നു, കിളികളെല്ലാം പറക്കാൻ പഠിക്കുന്നു, കൊത്തി ഇതൊക്കെ പഠിക്കുന്നു, അവർ സ്വന്തമായിട്ട് ഫുഡ് കളക്ട് ചെയ്യാൻ പഠിക്കുന്നു. ഇതൊക്കെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണതാണ്. നമുക്കൊരു 10-18 വയസ്സ് വരെ വീട്ടുകാരിങ്ങനെ പുഷ് ചെയ്ത് പിന്നെയാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകും. അത്രയും കൊല്ലം നമുക്ക് ഡിപ്പെൻഡായി ജീവിക്കാം അല്ലേ. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന എർത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ, ലെസൺസ്. ഞാൻ മെയിൻ പറഞ്ഞു വന്നത്, നമുക്ക് വരുന്ന റിലേഷൻഷിപ്പ് പെട്ടെന്ന് റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയി. അപ്പോൾ കേൾക്കാം ഒരുപാട് പേരോട്, ചേച്ചി ഞാൻ ഇവരെ ഇത്രയും സ്നേഹിച്ചതാണ്, അവർക്ക് എന്നോട് ഇത്രയും ഇഷ്ടമാണ്, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തിരിക്കുക, അവരിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടാണോ വന്നത്, നിങ്ങൾ മരണപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ ആണോ പോകുന്നത് എന്നുള്ളൊരു കാര്യം എപ്പോഴും ചിന്തിക്കുക. അതിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് സോൾ കോൺട്രാക്റ്റ് ആണ്, നിങ്ങൾ അങ്ങനെ എടുക്കും. യെസ്, ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആയിരുന്നു. അച്ഛനമ്മ, ചിലവർക്ക് അച്ഛൻ്റെ അമ്മമാരെ ഒരുപാട് ഉപദ്രവിക്കുന്ന ക്ലയൻസ് പറയാറുണ്ട്. ഭയങ്കരമായിട്ട് എക്സ്ട്രീമായിട്ട് മെൻ്റലി ഒക്കെ ഡൗൺ ആക്കി സംസാരിക്കും. കാരണം അവർ അമ്മ എന്ന് നമുക്ക് തോന്നുന്നതാണ്. അവരുടെ സോൾ എന്ന് പറയുന്നത് ആ അമ്മയുടെ ശരീരത്തിൽ കയറി നമ്മളുടെ കോൺട്രാക്റ്റിന് വരും. കാരണം നമ്മളടുത്ത് അടുത്ത കോൺട്രാക്റ്റ് ഉള്ളവർ, അച്ഛനമ്മ ആ രൂപത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അവർ കൂടെ നിൽക്കാനും ആ ഒരു കോൺട്രാക്റ്റ് തീരുള്ളൂ. നമ്മൾ അകലെയായിട്ട് ഫ്രണ്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ കോൺട്രാക്റ്റ് കിട്ടുന്നത് കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കർമ്മയുള്ള ആളുകളാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് വരും. അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, മക്കൾ, ഹസ്ബൻഡ്, അല്ലെങ്കിൽ കാമുകൻ, ഫ്രണ്ട്. ഈ ഒരു 8 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉള്ളവരാണ്. അതുപോലെ നല്ല കോൺട്രാക്റ്റുള്ള ആൾക്കാരും ഈ ഒരു സോൾ എടുത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഡ്രാമ പോലെയാണ്. ഷേക്സ്പിയർ പറയുന്നത് ലൈഫ് ഇസ് എ ഡ്രാമ. ഇവിടെ ഓരോരുത്തർക്കും ഓരോ റോളാണ്. ഒരു പോലീസുകാരൻ്റെ റോളാണ്, അവൻ്റെ നിയമം ഫലിപ്പിക്കേണ്ടതാണ് അവൻ്റെ റോള്. ഒരു ഡോക്ടർക്ക് ശുശ്രൂഷിക്കേണ്ടതാണ് റോൾ. ഒരു ടീച്ചർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുക, വിസ്ഡം പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ടീച്ചേഴ്സ്, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെ കുറ്റം പറയും, അവരൊരുപാട് നമ്മളൊക്കെ വേദനിപ്പിക്കും, പല രീതിയിലും അൺഇക്വാലിറ്റി ഒക്കെ കാണിക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ എതിർത്തൊന്നും പ്ലസ് 2 പഠിക്കുന്നവരൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എൻ്റെ ആ ടീച്ചേഴ്സിനെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, നിങ്ങളൊക്കെ നല്ല കുട്ടികളൊന്നും, നിങ്ങളെ വാല്യൂ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ പിള്ളേരോട് ഒരു കാര്യം പറയാൻ പറ്റില്ല, നമ്മൾ പേടിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട്. അപ്പോൾ കാലം മാറി, നമുക്ക് റെസ്പെക്റ്റ് കുറയുന്നതനുസരിച്ച് വാല്യൂ കുറയാണ്. അതാണ് ഈ ഭൂമിയിൽ എർത്തിൻ്റെ വൈബ്രേഷൻ ഇത്രയും നെഗറ്റീവായി വരുന്നത്. കണ്ടില്ലേ, ഭൂമിയിൽ ഓരോ ദിവസവും ഓരോ നെഗറ്റിവിറ്റീസ് വരുന്നത് കാരണം ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് നമ്മുടെ വാല്യൂ നഷ്ടപ്പെട്ടു പോവാണ്. നമുക്ക് പ്രകൃതിയിലൊരു വാല്യൂ ഉണ്ട്. നെഗറ്റീവായിട്ട് സത്യം പറയണം. സത്യം അത്രയും ട്രൂത്ത് നമ്മൾ പറയുന്ന അതിനത്രയും വെളിച്ചമുണ്ട്. പക്ഷെ ഇന്ന് ആരൊക്കെ എത്ര നുണ പറഞ്ഞ് അത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സത്യം സൂര്യനും എത്ര ഒളിപ്പിച്ച് വെച്ചാലും ഒരിക്കലും അത് വെളിച്ചമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഓരോ കാര്യവും നോട്ട് ഡൗൺ ആണ്. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമുക്കൊരു ചിലർക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റ് ഡെത്ത്, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള മരണമൊക്കെ ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ഷോക്കിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ അവരുടെ സോളോടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ഡേയ്സ് കഴിയുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റിംഗ് ഫേസ് തരും. ഒരു ഹാളിൽ നമ്മളെല്ലാ സോളുകളെയും, മരണപ്പെട്ടു പോയ സോളുകളെ കിടത്തും. കാരണം അവർ ആ ഷോക്കിൽ നിന്ന് റിക്കവറി ആകാൻ വേണ്ടിയിട്ട്, സമയം കൊടുക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഭൂമിയിൽ നടന്ന പല കോൺട്രാക്ട്സുകളും നമുക്ക് സ്ക്രീന് പോലെ കാണിച്ചു തരും. നിങ്ങൾ ഇവരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്തത്, അതല്ല തെറ്റ്, ഈ നെക്സ്റ്റ് ലൈഫ് ടൈം തരുമ്പോൾ ഇവിടെ തിരുത്തണം എന്നിട്ട് പറഞ്ഞു. പക്ഷെ ചില സോളുകൾ പിന്നെയും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, റീബർത്ത് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ സെയിം പാറ്റേൺ പിന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് പാസ്റ്റ് ലൈഫ്സ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും കാണിച്ചു തരും. കാരണം ഭൂമി എന്ന് പറയുന്നത് നമുക്ക് കോൺട്രാക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള, അക്കൗണ്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേസാണ്. പക്ഷെ അവിടെ നമ്മൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, അതാണ് നിങ്ങൾ കേൾക്കാം, ഇപ്പോൾ ഒരുപാട് പേര് സന്യാസത്തിലേക്ക് പോകുന്നു. കാരണം അവർക്ക് മനസ്സിലായി മെറ്റീരിയലിസ്റ്റിക് വേർഡും അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മുടെ കർമ്മ അക്കൗണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരുപാട് പേര് സ്പിരിച്വൽ ലൈഫിലേക്ക് പോകുന്നത്. കാരണം കർമ്മ, ധർമ്മ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നും നമ്മുടെ കൂടെ ശാശ്വതമായിട്ട് ഉണ്ടാവില്ല. നമ്മൾ എത്രയും ഡിവൈനുമായിട്ട് അടുക്കുന്നു, നമ്മുടെ ഓരോ കർമ്മക്കണക്കുകൾ സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇന്ന് ഈ ലൈഫ് ടൈം ഒരുപാട് മറ്റുള്ളവർ ലൈഫിനെ നശിച്ച് കാണും, അല്ലെങ്കിൽ മോശം രീതിയിൽ തല്ലുപിടിപ്പിക്കുന്ന ആളുകളോ പല രീതിയിൽ നാർസിസ്റ്റായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ലൈഫ് ടൈമിൽ ഒരുപാട് നെഗറ്റീവായിട്ട്, ഇപ്പോൾ വായ കൊണ്ട് ഈ ലൈഫ് ടൈം ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആളുകളാണെങ്കിൽ അടുത്ത ജന്മം അവർക്ക് എന്തെങ്കിലും മൗത്തിനൊക്കെ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടാണ് ജനിക്കുക. ഇപ്പോൾ ഈ ഒരു ലൈഫ് ടൈം നിങ്ങൾ അറിയുന്ന ആളുകൾ ഹെൽത്ത്, ഇപ്പോൾ കാലോ കൈയൊക്കെ മുടന്തായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനിച്ചു വരുന്ന കുട്ടികൾക്ക് സ്പൈനിൽ
സർജറി ഒക്കെ ചെയ്യാനും പല ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ആയിട്ട് വരാറില്ല. കാരണം അവർ കഴിഞ്ഞ ലൈഫ് ടൈമിൽ ചെയ്തതിൻ്റെ ഒരു അക്കൗണ്ടായിട്ടാണ് വരുന്നത്. ജനിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കേസസ് വരുന്നത് മനസ്സിലാക്കുക. അവർക്ക് അത്രയും എക്സ്ട്രീം പാസ്റ്റ് ലൈഫ് കർമ്മ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ അക്കൗണ്ടാണത്. അപ്പോൾ ഈ ലൈഫ് ടൈമിൽ നല്ല കാര്യം ഇത്ര വരെ ചെയ്തത് ഫുൾ സ്റ്റോപ്പ് ഇടുക, ശരി, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഫോർഗിവ്നെസ് കൊടുക്കുക, നന്നായിട്ട് ഫോർഗിവ്നെസ് കൊടുക്കുക, എല്ലാവരോടും ക്ഷമ കൊടുക്കുക. നമുക്കൊരാൾ നമ്മളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫോർഗിവ്നെസ് കൊടുക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഓപ്പൺ അപ്പ് ടെക്നിക്സ് യൂസ് ചെയ്ത് ഫോർഗിവ്നെസ് കൊടുക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസാണെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ ഇല്ലെങ്കിൽ നമുക്കൊരു പേഴ്സൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡിവൈനായിട്ടുള്ള ആ ഒരു വിശുദ്ധത്തേക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസമുള്ള ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്. മനുഷ്യനേക്കാളും പവറുള്ളത് ഡിവൈനാണ്. അപ്പോൾ നമ്മളൊരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് വേണ്ടാതെ പറയാൻ ശരി, ഓക്കെ, ഫൈൻ, താങ്ക് യു സോ മച്ച്, ഇത്ര നാളും എൻ്റെ ലൈഫിൽ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു പറഞ്ഞ് ലീവ് ചെയ്യാനുള്ള ഗട്ട്സ്, അത് ആണായാലും പെണ്ണായാലും നമുക്ക് നേടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കാലും ബെഗ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ അവർ വില കാണിക്കില്ല. നമ്മൾ നമ്മുടെ സെൽഫിൻ്റെ വെർത്ത് കാണില്ല. നമ്മുടെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് തന്നെ എന്തോരം കാര്യങ്ങളാണ്. നമ്മൾ സയൻസൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ മെഡിസിൻ ഒരു ഡോക്ടറായിക്കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സെല്ലും ഓരോ കാര്യം എക്സ്ട്രീം ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കുമ്പോൾ എന്തോരം ഗിഫ്റ്റഡാണ്, നമ്മൾ ബ്ലെസ്ഡാണ്. ആരെങ്കിലും നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഫാറ്റ്. എന്തിനാണ് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നാളെ എപ്പോഴെങ്കിലും ഫുഡ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അതിൽ നിന്നെടുത്ത് നമ്മുടെ ബോഡിയുടെ എനർജറ്റിക്കലി ഉള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അത്രയും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ശരീരം പോകുന്നത്. ആരെങ്കിലും അതിനെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കയ്യും എന്താ പറയുക, നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടും കഴിച്ചിട്ടും അല്ലെങ്കിൽ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടും ആൽക്കഹോളിക്കൊക്കെ ആയിട്ട് നമ്മുടെ ഈ നല്ല ശരീരത്തെ നമ്മളിങ്ങനെ കൊല്ലുമ്പോൾ നെക്സ്റ്റ് ലൈഫ് ടൈം എന്തായാലും ഉണ്ടായിരിക്കും. അത് വളരെ ഹെൽത്തിൽ എന്താണോ ചെയ്തു കൂട്ടിയത് അതിൻ്റെ കർമ്മഫലമായിട്ട് വേദനിച്ചിട്ടുള്ളൊരു ജീവിതമായിരിക്കും ഇനി നിങ്ങൾക്ക് അടുത്ത ലൈഫ് ടൈം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ തന്നിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ശരീരത്തോട് നന്ദി പറയാം. താങ്ക് യു എപ്പോഴും. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവൻ പോകാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും താങ്ക്സ് പറയുക. കാരണം നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കാണാം ഒരുപാട് ധനമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ചിലർക്ക് കാലില്ലാത്തവരുണ്ട്, ആംബ്യൂട്ട് ചെയ്ത് പോയവരുണ്ട്. അപ്പോൾ നമ്മളെ നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ ബ്ലെസ്ഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പറയാനുണ്ട് ലൈഫിൽ. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ലൈഫിൽ ഇതുവരെ വന്ന ആളുകളെ നല്ലത് പഠിപ്പിച്ചവരെയും അല്ലെങ്കിൽ മോശം ലെസൺസ് പഠിച്ചവരും ഒരുപാട് താങ്ക്സ് പറയാം. അവർ ഫോൺ വിളിച്ച് പറയുമൊന്നും വേണ്ട, അവരെ മനസ്സിൽ കൊണ്ടുവരുന്ന താങ്ക് യു സോ മച്ച്, എനിക്ക് ആ സോൾ കോൺട്രാക്റ്റ് നടന്ന ഒരുപാട് നന്ദി. പിന്നെ ഒരാൾ തല്ലുവിടാനോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാനൊക്കെ വരുമ്പോൾ തിരിച്ചധികം മറുപടി പറയാതിരിക്കുക, ഫൈറ്റിങ്ങിന് പോവാതിരിക്കുക. കാരണം നമ്മൾ സോൾ കോൺട്രാക്റ്റ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, അത് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ആവുന്നതാണ്. അപ്പോൾ മനസ്സിൽ അവർക്ക് നല്ല ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കുക. ബ്ലെസ്സിങ്സ്, നമുക്ക് ലൈഫിൽ ഏറ്റവും വേണ്ടത് ബ്ലെസ്സിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് ബ്ലെസ്സിങ് ആണ്. മറ്റുള്ളവരുടെ ശാപമോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വേർഡ്സ് വേണ്ട. അതുകൊണ്ട് ഞാൻ പറയാറ്, യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ മോശമായിട്ടുള്ള കമൻറ്റ് ഇടാതിരിക്കും. നമുക്ക് മറ്റുള്ളവരെ ഇന്ന് ഒരുപാട് പേര് കാണാം, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിലും തെറ്റ് കണ്ടുപിടിച്ച് പറയുന്നവർ. അവർക്ക് ഈഗോ ആണ്. അവർക്ക് നേടാൻ പറ്റാത്തത് വേറൊരാൾ നേടുമ്പോൾ അത് സമ്മതിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു ഇൻഫീരിയർ കോംപ്ലക്സ് എന്ന് പറയുന്നതാണ്. അത് അവരുടെ ഇഷ്യൂ ആണ്, അവരുടെ ഷാഡോയിലുള്ള ഇഷ്യൂ ആണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ അവർ തന്നെ സ്വയം വിചാരിച്ചാൽ തന്നെ മാറുള്ളൂ. കാരണം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഒരു തരത്തിലും ഒരു ബ്ലെസ്സിങ്സ് വരില്ല. അവരെപ്പോഴും താഴ്ന്ന ലെവലിൽ ഇങ്ങനെ കിടന്ന് ഓടാനേ സാധിക്കും. ബാക്കിയുള്ളവർ വളർന്ന് പോകും. ബ്ലെസ്സിങ്സ് ഉള്ളവർക്ക് നല്ല അനുഗ്രഹത്തോടെ മുകളിലേക്ക് കയറി പോകും. അല്ലാത്തവർ താഴെ കിടന്ന് ഇങ്ങനെ നരകിച്ച് അല്ലെങ്കിൽ ഒരു വിധത്തിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക, ഹാപ്പി ആവാൻ ശ്രമിക്കുക, നെഗറ്റിവിറ്റി മാറ്റി, ഈഗോ മാറ്റി. എനിക്ക് കിട്ടിയില്ല, അവർക്കുണ്ടല്ലോ, അങ്ങനെ പറയുമോ. എന്തിപ്പോൾ നമുക്കൊരു വീടില്ലെന്ന് വിചാരിക്കുക, ഒരാൾക്ക് വീടുള്ളത് കാണുമ്പോൾ ഒരുപാട് നന്ദി പറയാം. കാരണം അങ്ങനെ കാണുന്നത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമുക്കും കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറയാം. ഒരിക്കലും നെഗറ്റീവായി പറയാതിരിക്കും. പിന്നെ ഒരാളെ കാണുമ്പോൾ നെഗറ്റീവായിട്ട് അത് സംസാരിക്കാതിരിക്കും. തടിച്ചല്ലോ, അല്ലെങ്കിൽ തടി കുറഞ്ഞല്ലോ, ഇപ്പോൾ ജോലിയൊന്നും ഇല്ല, അല്ലെങ്കിൽ വർക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയാതിരിക്കും. നിങ്ങളുടെ നെഗറ്റിവിറ്റി എന്നോട് എക്സ്പ്രസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് പറയാം. ഇപ്പോൾ അവർ വിഷമത്തിലാണ് നിങ്ങൾ സംസാരിക്കുക, അതൊക്കെ ശരിയാവും. ഒരു ബാഡ് ഫേസാണ്, ഇത് മാറി നിങ്ങൾക്ക് നല്ലൊരു സമയം വരും, അതിനുവേണ്ടി ഒന്ന് പണി എടുത്താൽ മതി, അത്രേ വേണ്ടു. ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പേഴ്സൺ നല്ലൊരു ഹാപ്പിനെസ്സാണ് കിട്ടുന്നത്. ചില ക്ലയൻറ്റ്സ് വരുമ്പോൾ സൂയിസൈഡൽ വക്കിൽ നിൽക്കുന്നവർ വരുമ്പോൾ പറയാം, അവരുടെ ഫാമിലിയിൽ ഒന്ന് നല്ലത് പറഞ്ഞാൽ മതി നമുക്ക്. പക്ഷേ ഇത് നല്ലത് പറയില്ല, എന്ത് ചെയ്താലും
നമ്മളെ കുറ്റം എങ്ങനെയും കണ്ടുപിടിച്ച് നമ്മൾ തളർത്താനേ നോക്കുള്ളൂ. അങ്ങനെയും കുറേ ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കർമ്മയാണ്. കർമ്മ ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ അത് മനസ്സിലാവുകയാണ്. കർമ്മ എന്ന് പറയുന്നത് 4 തരം കർമ്മയെക്കുറിച്ച് മുന്നേ തന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് പോലെയാണ്. നമ്മൾ എന്തു കൊടുത്തു അത് തിരിച്ചു വരാതെ ഇരിക്കില്ല. ഈ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫ് ടൈമിലോ നമ്മുടെ പിന്നാലെ ആ കർമ്മ അക്കൗണ്ട് വരും. ശനി എന്ന് പറയുന്നത് സാറ്റേൺ ആണ് കർമ്മയുടെ അധിപൻ. സാറ്റേൺ നമ്മൾ വിടില്ല കേട്ടോ. നല്ലത് ചെയ്ത് നല്ല കർമ്മ തന്നെ നമ്മൾ അനുഭവിക്കും. മോശമാണെങ്കിൽ മോശകർമ്മം കൂടുതൽ അനുഭവിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫുൾ മൂൺസ്, ന്യൂ മൂൺസ്, പോർട്ടൽസ്, സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് ഒക്കെ വരുന്നത് തന്നെ നമ്മുടെ കർമ്മ അക്കൗണ്ടിലാണ് മെയിനായിട്ട് വർക്ക് നടക്കുന്നത്. നമ്മുടെ കർമ്മ അല്ലെങ്കിൽ മറ്റുള്ളവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ തനി നിറം കാണിച്ചു തരും. ഇവരിങ്ങനെയാണ് കേട്ടോ, മനസ്സിലാക്കിക്കോ എന്നും കൂടിയാണ് ഈ ഓരോ പോർട്ടൽസ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ആ സമയത്താണ് സോൾ കോൺട്രാക്ട്സ് നടക്കുന്നതും കർമ്മ ക്ലിയറൻസ് നടക്കുന്നതും റീബർത്ത്, റീകൺസിലേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ക്ലെൻസിങ് നടക്കാറുണ്ട്. നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. ഇതാണ് നിങ്ങളുടെ ഷാഡോ വർക്ക് എന്ന് കാണിച്ചത്, ഇതാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ. ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ മൂൺ ഫേസസിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ സോളാർ സിസ്റ്റത്തിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനർജറ്റിക്കലി നമുക്കും ബാധിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേര് മറ്റുള്ളവർ കോഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ പോലും റീഡിങ്സ് എടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോയി. പിന്നെ ചിലവർ കാണാം ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് മെസ്സേജ്. അത് കോഡിപ്പെൻഡൻസ്. നിങ്ങൾക്ക് ഒരാൾ വേണം. അങ്ങനത്തെ ആളുകൾ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമല്ല. എന്തിനാണ് പേടിക്കേണ്ടത്? ഡിവൈനുമായിട്ട് കണക്ഷൻ ആയത് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഭയക്കേണ്ടി വരില്ല. അവർക്കൊരാൾ വേണം. ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ കോഡിപ്പെൻഡൻസ് കളയാം. മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഒരാളുമായിട്ടുള്ള ബന്ധം അത് മാറ്റാം. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ വന്നോട്ടെ. ഇതിൽ ചില കുട്ടികൾ വളരെ ചെറിയ പിള്ളേരുണ്ടായിരിക്കും. റിലേഷൻഷിപ്പിലൊക്കെ പോയി നോക്കുമ്പോൾ ഭയങ്കര ടോക്സിക് എനർജിയാണ്. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പിടിവാശി പോലെ ഇവർ ഇങ്ങനെ സ്നേഹിച്ചവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ നാളെ ഇവർക്ക് വരാൻ പോകുന്നതാണ് റീഡ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു പേഴ്സൻ്റെ അവരുടെ ഹയർ സെൽഫാണ് നമുക്ക് ഉത്തരങ്ങൾ തരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് കറണ്ട് ഫീലിങ്സ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ അവരുടെ സോളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞു തരുന്നത്. കൂടെ ഡിവൈനാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവരത്ര നല്ലതല്ല, ഇത് നിങ്ങളൊരു പാഠം പഠിപ്പിക്കാനാണ് വന്നത്. ആ പാഠം നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ ലീവ് ചെയ്യാൻ എന്ന് പറഞ്ഞു കൊടുത്താലും ചിലവർ ലീവ് ചെയ്യുക. ചിലവർക്ക് അവരില്ലാതെ പറ്റില്ല, എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ചേച്ചി ഇങ്ങനെയാണ്, ചേച്ചി എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. കുറച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ല പാഠം പഠിച്ചിട്ട് പിന്നെയും വരുന്നവരുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നിരുന്നില്ല, അവരെന്നെ ചീറ്റ് ചെയ്തു, അവർക്ക് അവർക്ക് കാണിച്ച് കൂട്ടിയതായിരുന്നു. ശരിക്കും ഒറിജിനലി അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതന്നെയല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ചിലവർ ഒരാൾ ക്ലിങ് ചെയ്ത് കിടക്കുന്നത്, നമ്മൾ എന്തിനാണോ ക്ലിങ് ചെയ്ത് കിടക്കുന്നത്, അത് നമുക്ക് വേദന കൊണ്ടുവരുന്നത്. എത്ര എക്സ്ട്രീമായിട്ട് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും എല്ലാവർക്കും അവരുടെ സ്പേസും ഒരു ഫ്രീഡം കൊടുക്കണം. നമ്മൾ ഒന്നിനും ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കെടുക്കുമ്പോൾ അത് വിട്ടു പോകാനാണ് എപ്പോഴും തോന്നുന്നത്. മനസ്സിലായി? നമ്മൾ ശ്രദ്ധിച്ച് നോക്കും. നമുക്കൊരാളിങ്ങനെ നിരന്തരം എപ്പോഴും മെസ്സേജ് അയച്ച് ചേച്ചി ഹായ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഇറിറ്റേഷൻ വരും. അത് തന്നെയാണ് നടക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നതാണ് കിട്ടുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് നല്ല സ്നേഹം വേണമെങ്കിൽ അൺകണ്ടീഷണൽ ലവ് ഭൂമിയുടെ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമ്മളിലേക്ക് നല്ല കണക്ഷൻസ് വരും. പിന്നെ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക. കാരണം വണ്ടി ഓടിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് ഡിവൈനെ കൊണ്ടുവന്ന് പോകും. കാരണം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് അറിയാം. ഇന്ന് കണ്ട ആൾ പിന്നെ ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ടും അല്ല ആക്സിഡൻറ്റ് വന്ന് കാല് ആംബ്യൂട്ട് ചെയ്ത് വന്ന ആളുകളെയൊക്കെ കാണുന്നുണ്ട്. രാവിലെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും ഹെൽത്ത് കണ്ടീഷൻസ് വന്നപ്പോൾ. വണ്ടി എന്നൊക്കെ പറഞ്ഞാലും എനർജിയാണ്, എല്ലാം എനർജിയാണ്. അപ്പോൾ ആ എനർജിയെ റെസ്പെക്റ്റ് ചെയ്യുക. അടുത്തത് മണിയാണ്. അതിന് നിങ്ങൾ വാല്യൂ ചെയ്യുക കേട്ടോ. എനർജി മണിക്കുട്ടീനെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക, ടേക്ക് കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കും. ആ ഒരു മണീനെ നിങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പേഴ്സിനുള്ളിൽ ചുട്ട് കൂട്ടിയൊക്കെ വെക്കുക, അല്ലെങ്കിൽ പൈസ റെസ്പെക്റ്റ് ചെയ്ത് അവിടെ ഇവിടെ കൊണ്ട് വെക്കുക. അങ്ങനെ ചെയ്യരുത്. പൈസ എപ്പോഴും നിവർത്തി വെക്കണം. താങ്ക് യു പറയട്ടെ. ഇതുപോലെ നീ ഓൺലൈനിൽ ഒരുപാട് നന്ദി, ഇനിയും നീ നിൻ്റെ സുഹൃത്തുക്കളും അതിൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയാം. അപ്പോൾ ധാരാളം ബട്ടൺസ് നിങ്ങളിലേക്ക് വരും. എങ്ങനെ വരൂ, ആരിൽ നിന്ന് വരുമെന്നൊന്നും ചിന്തിക്കേണ്ട. മനസ്സിലായോ? നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് വരുമ്പോൾ ഓരോരോ സോൾ കോൺട്രാക്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഇരിക്കുന്ന സമയത്ത്, വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓരോ സോൾ കോൺട്രാക്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സോള്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പല രീതിയിലൂടെ നമ്മളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഓരോരുത്തർക്കും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചതാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ. ഇൻറ്റ്യൂറ്റീവായിട്ടാണ് വീഡിയോസ് ചെയ്യാറ്.
അപ്പോൾ നിങ്ങളാദ്യം നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ ഏത് വൈബ്രേഷനിലാണ് നിൽക്കുന്നത്, വളരെ ലോ വൈബ്രേഷനിലാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാനൊന്ന് ക്ലെൻസ് ചെയ്യുക, ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക്കാണ്, നമുക്ക് മനസ്സമാധാനം തരാത്ത എന്തും റിലേഷൻ ആണെങ്കിലും ജോലിയാണെങ്കിലും ഞാൻ ലീവ് ചെയ്യാനേ പറയുള്ളൂ. കാരണം വേറെ നല്ലത് നിൽക്കുന്നുണ്ട്, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ടോക്സിറ്റി കാണിക്കുന്നത്. പക്ഷെ നിറയെ പേര് ഇതിൽ ക്ലിങ് ചെയ്ത് സൊസൈറ്റി കോൺഷ്യസ് ആയിട്ട് സൊസൈറ്റി എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അത് നമ്മുടെ ലൈഫല്ലേ, നമ്മളല്ല ജീവിക്കേണ്ടത്, നമ്മളുടെ തീരുമാനത്തിലല്ല ജീവിക്കേണ്ടത്, നമ്മുടെ സോള് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അത് അവരുടെ ലൈഫല്ലേ, നമ്മുടെ ലൈഫല്ലല്ലോ എന്നുള്ള ബോധ്യത്തിലേക്ക് വരിക. സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക. സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വൈബ്രേഷൻ ഉയർത്തുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. പാഷൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും. ചിലർ വരയ്ക്കുന്നവരായിരിക്കാം, പാടുന്നവരായിരിക്കാം, ഡാൻസ് കളിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നവരായിരിക്കാം, കുക്ക് ചെയ്യുന്നവരായിരിക്കും. അതിൽ നിങ്ങൾ കൂടുതൽ എക്സ്ട്രീം ലെവലിലേക്ക്, പീക്ക് ലെവലിലേക്ക് എത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകളൊക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നല്ല ബൗണ്ടറീസ് വയ്ക്കുക, സ്ട്രോങ് ബൗണ്ടറീസ് വയ്ക്കുക. വെറുതെ തോണ്ടു പോകുന്നവരെ മാറ്റി നിർത്തുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ന്യൂസ് കേൾക്കുന്നതിൽ നിന്ന് കടന്നു വരിക. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് കുറേ കടന്നു കഴിഞ്ഞാൽ കുറച്ച് തലവേദനയും ഓവർ തിങ്കിങ്ങൊക്കെ വരും. അവിടെ ഇങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. യൂണിവേഴ്സുമായിട്ട് കിട്ടുന്ന സമയം കണക്ട് ചെയ്യുക, ലെറ്റർ എഴുതുക, ഗ്രൗണ്ടിങ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക. പറ്റുന്നിടത്തോളം കടലിലോ പുഴയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഇരുന്ന് കുറച്ച് നേരം ഫ്രഷ് എയർ ഒന്ന് ബ്രീത്ത് ചെയ്യുക. ടെറസ് ഉണ്ടെങ്കിൽ ടെറസിലിരിക്കാം, പ്രകൃതിയോടടുക്കാം, ഗാർഡനിങ് ചെയ്യാം, നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. ഒരുപാട് നോൺ കഴിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സ്ലീപ്പ് വരും, ടയേർഡ്നെസ് വരും, നമുക്ക് നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ചിലർക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുന്നവർ പറയും, അല്ലെങ്കിൽ എപ്പോഴും ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ. കാരണം ഈ ഒരു എനർജി നെഗറ്റീവ് എനർജിയാണത്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അവർ പേടിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ലോ എനർജിയാണ് ഇരിക്കുന്നത്. ആ ലോ എനർജി നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റവും ലോ എനർജിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണത് പറയുന്നത്. ഓക്കെ, മിക്കതും പ്രകൃതിയെ വേദനിപ്പിക്കാതിരിക്കുക. പറ്റുന്നിടത്തോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക, വെള്ളം കുടിക്കുക, എല്ലാ പ്രകൃതിയിലെ ഓരോ സോഴ്സിനോടും നന്ദി പറയുക. വെറുതെ ഇരിക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, താങ്ക് യു. നമ്മുടെ യൂണിവേഴ്സിനോട് നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയാനുണ്ട്. നമ്മുടെ ആൻസിസ്റ്റേഴ്സിനോട് നന്ദി പറയുക, നമ്മുടെ പാരൻസിനോടും മക്കളോടും ഫ്രണ്ട്സിനോടും നമ്മളെ വേദനിപ്പിച്ച് പോയവരോട് നന്ദി പറയുക. കാരണം വേദനിപ്പിച്ച് പോയത് കൊണ്ട് ഒരുപാട് എക്സ്ട്രീം, എനിക്കൊക്കെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായതിനു ശേഷമാണ് ഇത്രയും എക്സ്ട്രീമായിട്ട് സംസാരിക്കാനും ആ ധൈര്യവും സോൾ പർപ്പസ് ചെയ്യാനൊക്കെ വന്നത്. അപ്പോൾ അതിന് അവരോട് ഒരുപാട് നന്ദി പറയുക. നമ്മളങ്ങനെ നമ്മുടെ ലൈഫിൽ ആരൊക്കെയാണോ നമ്മളിങ്ങനെ ഒന്ന് അടിച്ചിട്ട് പോയിട്ടുള്ളത് അവരോട് നന്ദി പറയുക. കാരണം അവിടെ നിന്ന് നമ്മൾ വീണെങ്കിൽ നമ്മൾ അത്രയും എക്സ്ട്രീം ഉയരാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലാണെന്ന് എപ്പോഴും വിശ്വസിച്ച് പോകും. ഓക്കെ, അപ്പോൾ ഒരാളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തോട്ട് വളരെ തെറ്റാണ്. ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കും. നമ്മളുടെ ജേണി എപ്പോഴും ഒറ്റയ്ക്കാണ്, മനസ്സിലായോ? അതിന് കൂട്ടായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഓരോ സ്റ്റോപ്പ് വരുമ്പോൾ ഓരോരുത്തർ ഇറങ്ങിപ്പോവില്ലേ, അതിൽ ഒരുപാട് പേര് കയറി വരുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്, അത്രേ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ജേണിയാണ്, നമ്മൾ ട്രാവലിങ്ങിലാണെന്ന് മനസ്സിലായോ? നമ്മൾ നല്ല തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, നല്ല ആക്ഷൻസ് ചെയ്യുക, നല്ല കർമ്മ ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഉള്ളു ശുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഹെൽപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. എന്തായാലും ഉണ്ടായിരിക്കും. എനിക്കൊരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. നമ്മൾക്ക് ഒരു വഴിയില്ലെങ്കിലും നമുക്ക് വഴികൾ തുറന്നു തരും. ഓക്കെ, അതാണ് ഡിവൈൻ ഡിവൈനോടുള്ള ഒരു ഇഷ്ടം, ഡിവൈൻ യൂണിയൻ. അതേത് നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം, കാളിയാണോ അല്ലെങ്കിൽ യേശുവിനാണോ അള്ളയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണോ ഇഷ്ടം, ബുദ്ധനെയാണോ കൃഷ്ണനെയാണോ ശിവനെയാണോ, അതിൽ വിശ്വസിക്കുക, അവരുമായിട്ട് കണക്ട് ചെയ്യുക. എന്ത് വിഷമം വന്നാലും നേരെ അവരോട് പറയുക. പോയി ഫ്രണ്ട്സിനോടോ പാരൻസിനോടോ ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഹ്യൂമൻസ് ആണല്ലേ, അപ്പോൾ അവരുടെ തലത്തിലേ എടുക്കുകയുള്ളൂ. അത് വേറെ നെഗറ്റീവായിട്ടോ നിങ്ങൾക്ക് തിരിച്ച് ഉത്തരങ്ങൾ കിട്ടും. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ നിങ്ങളെ പേടിപ്പിക്കും. ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഹീലേഴ്സൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്നും കടന്നു വന്നവരാണ്, ഇന്നോവൊക്കെ ചെയ്ത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് റൂട്ട് കോസിലുള്ള ഇഷ്യൂ ഇതാണ് നിങ്ങളുടെ ഇഷ്യൂ. ഇതൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ബിക്കോസ് ഹീൽഡ് ആയതുകൊണ്ടും ഹീലിംഗ് ജേണിയിലുള്ളത് കൊണ്ടും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പല രീതിയിലൂടെ പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ജേർണി, ഒരു ബാഡ് ഫേസ് ഉണ്ടെങ്കിൽ, ഒരു ഡേ ഉണ്ടെങ്കിൽ നൈറ്റ് ഉണ്ടെങ്കിൽ ഡേ ഉണ്ട്. അത് എപ്പോഴും മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. ഓക്കെ, യൂണിവേഴ്സിൻ്റെ പവർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ പവറൊന്നും നിങ്ങൾ റീഡിസ്കവർ ചെയ്യൂ. ദൈവത്തെ കുറ്റം പറയാതിരിക്കുക. ദൈവം വളരെ സുപ്രീമാണ്. എല്ലാവരും ദൈവത്തിന് ഇപ്പോൾ ഒരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുമൊന്നുമില്ല. ദൈവത്തിന് എല്ലാവരും ഒരേ എനർജിയിലാണ്, മനസ്സിലായോ?
അപ്പോൾ നമ്മുടെ കർമ്മം നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പോവുക, അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ കൊണ്ടുവരും, നിങ്ങൾ ഒരുപാട് ടേക്ക് കെയർ ചെയ്യുക, സ്നേഹിക്കുക. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ പർപ്പസോ ഹീലിങ്സോ ഒക്കെ വേണമെങ്കിൽ ടാരോ കോഴ്സോ ആകാശ റെക്കോർഡ്സോ ഒക്കെ റീഡ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്സോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ക്രിസ്റ്റൽസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സോൾ പർപ്പസ് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്തു തരാൻ സാധിക്കും. ഓക്കെ, പെയ്ഡ് സെഷൻസും ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.